നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ചേട്ടേ വേഗം വണ്ടി എടുക്ക. കാർത്തിക്കാണ് MK മാസ്റ്റർ എന്ന് സുന്ദരി അറിഞ്ഞു കഴിഞ്ഞു. സുന്ദരിയെ കാർത്തിക് കണ്ടു കാണും. ഒന്നിനും ഒരു രൂപവും കിട്ടുന്നില്ലല്ലോ. അവനെ തന്നെ ഒന്ന് വിളിച്ചു ചോദിച്ചാലോ? വിളിച്ച കാര്യങ്ങൾ വിശദമായിട്ട് അറിയായിരുന്നു. അല്ലേ വേണ്ട. ഇനി അവനെ അങ്ങോട്ട് വിളിച്ചിട്ട് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെക്കണ്ട. എന്ത് ചെയ്യണമെന്ന് ഒരു രൂപവും കിട്ടുന്നില്ലല്ലോ ഭഗവതി. കാർത്തിക് വിളിക്കാണല്ലോ. അപ്പൊ ഉറപ്പായി അവന് സുന്ദരിയെ കണ്ടു കാണും. തീർന്നു, എല്ലാം തീർന്നു. സുന്ദരി അവനെയും കണ്ടു കാണും. ഇനിയിപ്പോ എടുക്കാതിരുന്നിട്ടെന്താ? ഹലോ കാർത്തി. അവൻ എന്തിനാ അമ്മ എന്റെ സ്കൂളിലേക്ക് വന്നത്? അമ്മ, ഞാൻ ചോദിച്ചു കേട്ടില്ലേ? ആ വിനീത് എന്തിനാണ് ഞാൻ വർക്ക് ചെയ്യുന്ന സ്കൂളിലേക്ക് വന്നതെന്ന്? അമ്മ എന്താ ഒന്നും പറയാത്ത? അല്ല, പെട്ടെന്ന് നീ ഇങ്ങനെ പറഞ്ഞപ്പോ ഞാൻ ആലോചിക്കായിരുന്നു, അവൻ എന്തിനാ നിന്റെ സ്കൂളിലേക്ക് വരുന്നത്? നിനക്ക് തോന്നിയതായിരിക്കും മോനെ. തോന്നിയതൊന്നും അല്ല. കാറ് പാർക്ക് ചെയ്ത് അതിൽ ചാരി നിന്ന് ഫോണും നോക്കി നിന്ന അവനെ ഞാൻ കൃത്യമായി കണ്ടതാ. അവൻ ഇവിടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിലെന്തോ ദുരുദ്ദേശമുണ്ട്. അത് ഉറപ്പാ. എടാ, ഞാനിപ്പോ വീട്ടിലില്ല, മാർക്കറ്റിലേക്ക് വന്നതാ. ഞാനൊന്ന് വീട്ടിലോട്ട് ചെല്ലട്ടെ. എന്നിട്ട് മാനിയോട് ചോദിച്ചിട്ട് ഞാൻ നിന്നെ വിളിക്കാം. എന്താ, അത് പോരെ? ആ, വിളിക്കണേ. വിനീത് എന്തിനായിരിക്കും സ്കൂളിലേക്ക് പോയത്? സുന്ദരി പറഞ്ഞിട്ടായിരിക്കുമോ? ഇപ്പൊ ഒരു കാര്യം വ്യക്തമായി. കാർത്തിക് സുന്ദരിയെ കണ്ടിട്ടില്ല. വിനീതിനെ കാണുകയും ചെയ്തു. ഒന്നും ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. ഇതെവിടെ ചെന്ന് അവസാനിക്കുമെന്ന് ഒരു രൂപവും ഇല്ലല്ലോ എന്റെ ഭഗവാനെ. ഈ അമ്മൂട്ടി എന്തിനാ മാലിനി ആന്റി അത്യാവശ്യമായിട്ട് സ്കൂളിൽ നിന്ന് വിളിച്ചോണ്ട് വന്നത്? അച്ഛമ്മ, എന്നെ തിരിച്ച് സ്കൂളിൽ കൊണ്ടാക്ക്. എനിക്ക് സ്കൂളിൽ പോണം. എന്ത് വേണമെന്ന് നീയല്ല തീരുമാനിക്കേണ്ടത്. മാലിനി ആന്റി അച്ഛമ്മയൊക്കെ ഡ്രസ്സ് മാറിയത് കണ്ടോ? വേഗം പോയി ഡ്രസ്സ് മാറിയിട്ട് വാ. ഞാനെങ്ങും പോവില്ല. എനിക്ക് ഇവിടത്തെ സ്കൂളിൽ പഠിച്ചാ മതി. MK മാസ്റ്റർ ഉള്ള സ്കൂളിൽ ഞാൻ പഠിക്കൂ. ഏത് സമയം മാസ്റ്റർ എന്ന് പറഞ്ഞ് വാശി പിടിക്കാതെ അമ്മൂട്ടി പറയുന്നത് കേക്ക്. പോയി റെഡിയാവാ. എന്താ ചേച്ചി ഇത്? കുഞ്ഞിനോട് എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? അല്ലാതെ പിന്നെ ഞാൻ എന്ത് വേണം?
ഇനിയും പിടിച്ചെടുത്ത് താലോലിക്കണോ അതോ അയാളുടെ മുമ്പിൽ കൊണ്ടാക്കി കൊടുക്കണോ? ആദ്യം ചേച്ചി ഒന്ന് റിലാക്സ്ഡ് ആവും. വാ മോളെ, മോളെ ഞാൻ റെഡിയാക്കി കൊണ്ടുവരാം. വാ. മാലിനി പറഞ്ഞതുപോലെ നീ ഒന്ന് സമാധാനപ്പെടു സുന്ദരി. വെപ്രാളം പിടിച്ച ഒരു കാര്യം നടക്കില്ല. പഠിച്ച് കളക്ടറായ പെണ്ണല്ലേ നീ. ഏത് കാര്യത്തിനും നീ ഇങ്ങനെ വെപ്രാളം കാണിച്ചാൽ എങ്ങനെ? TC വാങ്ങിച്ചോണ്ട് വന്നു. ഇനി മോളെ കൊണ്ടുപോണം, അത്രയല്ലേ ഉള്ളൂ. ഞങ്ങളത് കൊണ്ടുപോയിക്കോളാം. നീ വെറുതെ ടെൻഷൻ ആവണ്ട. എനിക്ക് പേടി തോന്നുന്നു അച്ഛമ്മ. എന്റെ മോളെ എനിക്ക് നഷ്ടപ്പെടുമെന്നുള്ള പേടി. അങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല. ദേ, ആവശ്യമില്ലാത്തത് ഓർത്ത് സങ്കടപ്പെടല്ലേ നീ. ഇപ്പോഴും അച്ഛമ്മ കേട്ടതല്ലേ? ഏത് സമയവും മാസ്റ്റർ മാസ്റ്റർ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ആ പരുവത്തിന് അയാൾ എന്റെ മോളെ മാറ്റിയെടുത്തു കഴിഞ്ഞു. ഒരാളോടും അടുപ്പം കാണിക്കാത്ത മഴമോള് ഇതെങ്ങനെ ഇത്തരത്തില് മാറിയെന്നാ മനസ്സിലാവാത്ത. ഇതൊക്കെ ഒരു കോയിൻസിഡൻസ് ആണെന്ന് ചിന്തിക്കാനേ പറ്റുന്നില്ല. ഞാനുള്ള അതേ നാട്ടിൽ തന്നെ അയാള് വരിക, എന്റെ മോള് പഠിക്കുന്ന അതേ സ്കൂളിൽ തന്നെ PT മാസ്റ്റർ ആവുക. ഇതൊക്കെ പ്രീ പ്ലാൻഡ് ആണോ എന്നാ സംശയം. അയാളുടെ ഉള്ളിൽ എന്തോ ദുരുദ്ദേശമുണ്ട്, അതുറപ്പാ. അല്ലെങ്കിൽ അബദ്ധത്തിൽ എന്റെ മോളുടെ അരികിൽ കാർത്തിക് എത്തില്ല. അവൻ പ്ലാൻ ചെയ്ത് വന്നതാണെങ്കിൽ മഴ അവന്റെ മകളാണെന്നുള്ള കാര്യം അവൻ അറിയണ്ടേ? ഒരു കാര്യം ഉറപ്പാ, മഴ അവന്റെ മകളാണെന്ന് അവൻ അറിയില്ല മോളെ. കാർത്തിക് കാരണം നിനക്കൊരു പ്രശ്നം ഉണ്ടാവുന്നത് ആദ്യമായിട്ടൊന്നും അല്ലല്ലോ. ജീവിതത്തിൽ അവനെ കാരണം സങ്കടങ്ങളല്ലാതെ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് കരുതി എവിടെയെങ്കിലും നിന്നെ തോൽപ്പിക്കാൻ നീ നിന്നു കൊടുത്തിട്ടുണ്ടോ? നീ സമാധാനായിട്ട് ഇരിക്കും മോളെ, ടെൻഷൻ ആവാതിരിക്കെ. നീ എന്തായി കാണിക്കുന്നേ? കരയുന്നോ? ഈ കാര്യത്തിനൊക്കെ എന്തിനാ മോളെ കരയുന്നേ? ഇതിന് കരഞ്ഞില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിന്റെ പേര് കരയണം? മഴ എന്റെ മോള്, എന്റെ മാത്രം മോള്. കാർത്തിക് സത്യം പറഞ്ഞ ഉറപ്പായും എന്റെ കയ്യിൽ നിന്ന് മഴമോളെ തട്ടിപ്പറിക്കും. മഴമോള് വൈഗ മാഡത്തിന്റെ വയറ്റിലുള്ളപ്പോ മുതൽ ഞാൻ ഈ മോക്ക് വേണ്ടി കരയാൻ തുടങ്ങിയത് അച്ഛമ്മ. സങ്കടങ്ങൾ സഹിക്കാൻ തുടങ്ങിയത് ഇന്നും അത് തുടരുകയാണല്ലോ അച്ഛമ്മ. ഇപ്പൊ എല്ലാം കൈവിട്ട് പോവാൻ തോന്നാ എനിക്ക്. എന്റെ മോളുടെ വായില് അമ്മൂട്ടി എന്ന വിളിയൊക്കെ ഇപ്പൊ വരുന്നത് മാസ്റ്റർ എന്ന വിളിയ. എനിക്ക് പേടിയാവാ. എന്താ ഇത്? ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഒരു പ്രശ്നം ഉണ്ടായ അതിനെ എങ്ങനെ നേരിടണമെന്ന് ബുദ്ധിപൂർവ്വം ചിന്തിക്കാൻ കഴിവുള്ളവളാ നീ. അല്ലാതെ കരഞ്ഞ് കണ്ണ് കലങ്ങി തളർന്നു പോകേണ്ടവളല്ല. നിസാര പെണ്ണല്ല നീ. പുല്ലാറ്റിൻകരയിലെ ഈശ്വരി അമ്മയുടെ കൊച്ചുമോളാ നീ. ആ തന്റെ ഇടം കാണിക്കുമോളെ. കണ്ണു തുടക്കേ. പിന്നല്ലാതെ അവൻ വരട്ടെന്നേ, അപ്പൊ നോക്കാം നമുക്ക് ബാക്കി കാര്യം. നീ തനിച്ചല്ല, ഒരു കുടുംബം മുഴുവൻ നിന്നോടൊപ്പം ഉണ്ടാവും.